ഒരു വട്ടം ഉപയോഗിച്ച് ഉപേക്ഷിച്ച ടയറുകൾ ഒമാനിൽ ഇനി വിൽപ്പന നടത്താനോ വിതരണം ചെയ്യാനോ പാടില്ല. കടകളുടെ പരിസരത്ത് ഉപയോഗിച്ച ടയറുകൾ കൂട്ടിയിടാൻ അനുമതിയില്ല. സെക്കൻഡ് ഹാൻഡ് ടയറുകൾ കടകളിൽ പ്രദർശിപ്പിക്കുന്നതും കുറ്റകരമാണ്. പുതിയ ടയറുകളാണെങ്കിൽ പോലും നിർമ്മിച്ച് 2 വർഷം പിന്നിട്ടാൽ പിന്നെ വിൽപ്പന നടത്താൻ പാടില്ല. ഹെവി വാഹനങ്ങളുടെ ടയറാണെങ്കിൽ നിർമ്മാണം കഴിഞ്ഞ് 30 മാസം പിന്നിട്ടാൽ വിൽക്കരുത്. പുതിയ ടയറുകൾ വിൽക്കുമ്പോൾ 1 വർഷത്തെ ഗ്യാരണ്ടി നൽകിയിരിക്കണം. ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ പഴക്കം ഗ്യാരണ്ടിക്ക് ബാധകമല്ല. നിർമ്മിച്ച തീയതി, താപപ്രതിരോധ ശേഷി, മറ്റു സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ ടയറിലും ബില്ലിലും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. സെക്കൻഡ് ഹാൻഡ് ടയറുകളുടെ നിരോധവും പുതിയ മാർഗനിർദ്ദേശങ്ങളും ഉപഭോക്താക്കൾക്കെന്ന പോലെ ടയർ വ്യാപാരികൾക്കും ഗുണകരമാണെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. കസ്റ്റമേഴ്സിനും ഗുണകരമാണ്, ബിസിനസ്സുകാർക്കും ഗുണകരമാണ്. പഴയ ടയർ പരമാവധി ബിസിനസ് നിർത്തിക്കളയുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് പഴയ ടയർ ഫിറ്റ് ചെയ്ത് പോകുന്നതിൽ നിന്നാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ടയർ പൊട്ടിത്തെറിച്ച് മാത്രം 285 അപകടങ്ങളാണ് ഒമാനിലുണ്ടായത്. 72 പേർ ഇതിൽ കൊല്ലപ്പെട്ടു, 303 പേർക്ക് പരിക്കേറ്റു. ഈ സാഹചര്യത്തിലാണ് പുതിയ നടപടികളുമായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രംഗത്ത് വന്നത്. ടയർ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സന്ദേശമാണ് ഒമാൻ സർക്കാർ പുതിയ നിയന്ത്രണങ്ങളോടെ വ്യക്തമാക്കുന്നത്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കറ്റ്.